ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പവർ റാങ്കിങ്ങുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പവർ റാങ്കിങ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രമുഖ ഫുട്ബോൾ മാധ്യമമാണ് ബ്ലീച്ചർ റിപ്പോർട്ട് ഫുട്ബോൾ. അവരുടെ ഒരു പവർ റാങ്കിങ് ആണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ബ്രസീലിനെ ഉൾപ്പെടുത്താൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇത്തവണത്തെ വേൾഡ് കപ്പ് കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന 10 ടീമുകളിൽ ഒരു ടീമായി മാറാൻ പോലും ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. BR ഫുട്ബോളിന്റെ പവർ റാങ്കിങ് അത്തരത്തിലുള്ള ഒന്നാണ്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് സ്പെയിനാണ്. തീർച്ചയായും കിരീട ഫേവറേറ്റുകളാണ് സ്പെയിൻ. മികച്ച ഒരു താരനിര തന്നെ അവർക്കുണ്ട്. രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് വരുന്നു. നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് അതിശക്തമായ ഒരു ടീമും കൊണ്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിന് വരുന്നത്. കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിനെ പരാജയപ്പെടുത്താൻ ഫ്രാൻസിന് കഴിഞ്ഞിരുന്നു. മൂന്നാം സ്ഥാനത്ത് നിലവിലെ ജേതാക്കളായ അർജന്റീന വരുന്നു. സമീപകാലത്ത് തകർപ്പൻ പ്രകടനം നടത്തുന്ന ടീമാണ് അർജന്റീന. തീർച്ചയായും കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് അർജന്റീനയാണ്. നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് വരുന്നു. ഒരുപാട് സൂപ്പർ താരങ്ങളെ ഇംഗ്ലീഷ് ടീമിന് ഇപ്പോൾ ലഭ്യമാണ്. അഞ്ചാം സ്ഥാനത്താണ് ജർമ്മനി വരുന്നത്. ആറാം സ്ഥാനത്ത് നെതർലാൻഡ്സ്. ഏഴാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ വരുന്നു. 8 മൊറോക്കോയാണ് വരുന്നത്. 9 ക്രൊയേഷ്യ, 10 കൊളംബിയ. ഇങ്ങനെയാണ് ഈ ഒരു പവർ റാങ്കിങ് വരുന്നത്. നമുക്കറിയാം ബ്രസീലിന് ആദ്യ 10 പോലും ഇവർ ഇടം നൽകിയിട്ടില്ല എന്നുള്ളത് ഒരല്പം കൗതുകകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ക്രൊയേഷ്യയും കൊളംബിയയും ഒക്കെ അവിടെ വരുന്നു. ഈ ക്രൊയേഷ്യയെ കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ ടീമാണ് ബ്രസീൽ. എന്നിട്ടും 9ാം സ്ഥാനത്ത് ക്രൊയേഷ്യയാണ് വരുന്നത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് സ്ഥിരതയില്ലാത്ത ഒരു പ്രകടനമാണ് ബ്രസീൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്ലീച്ചർ റിപ്പോർട്ട് ഫുട്ബോൾ ഇപ്പോൾ ഈ ഒരു പവർ റാങ്കിങ്ങിൽ നിന്നും ബ്രസീലിനെ പിന്തള്ളിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.